ഹിന്ദു ഹൃദയ സമ്രാട്ട് അശോക് സിംഗാളിന്റെ 99ാമത് ജന്മദിനമാണിന്ന്. രാഷ്ട്രസേവനത്തിനായും ഹിന്ദു നവോത്ഥാന പ്രവർത്തനങ്ങൾക്കായും സ്വജീവിതം ഉഴിഞ്ഞുവച്ച അശോക് സിംഗാളിന്റെ ജീവിതം ലക്ഷങ്ങൾക്ക് പ്രേരണാസ്രോതസ്സാണ്. मैंने निर्भीक हिंदू की बात की है कि निर्भीक हिंदू कहां से आया था। केवल मोबिलाइजेशन नहीं आया था, ये राष्ट्रीय स्वयंसेवक संघ के सुदृढ़ संस्कारों से आया हुआ था। ऊंचा रुकने वाला था। 5 लाख लोग बढ़ते चले गए, 7 स्थानों पर उनको रोका गया, पकड़ा गया, बंद किया गया, कुछ लोग बंदी छोड़ करके चले और अंत में 100 किलोमीटर 150 किलोमीटर पैदल चल करके लोग वहां पहुंचे। 60,000 लोग वहां पहुंच गए थे. ഹൈന്ദവ നവോത്ഥാന ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഏടാണ് അശോക് സിംഗാൾ. പ്രതികൂലമായ സാഹചര്യങ്ങളിലും തല ഉയർത്തി നിൽക്കാൻ ഹിന്ദുവിനെ പ്രേരിപ്പിച്ച വ്യക്തിത്വം. സംഘടിത ശക്തിയാകുന്നതിലൂടെ മാത്രമേ ഹൈന്ദവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകൂവെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ആത്മാഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിക്കണമെങ്കിൽ നാടിൻ്റെ മാനബിന്ദുക്കളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ അശോക് സിംഗാൾ അധിനിവേശ ശക്തികൾ തകർത്ത ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനായി ആഹ്വാനം ചെയ്തു. പുരാതന കാലം മുതൽ അയോധ്യയിൽ എന്താണോ ഉണ്ടായിരുന്നത് അതവിടെ വീണ്ടെടുക്കാനുള്ള അശോക് സിംഗാളിൻ്റെ ആഹ്വാനത്തിന് പിന്നാലെയാണ് ലക്ഷങ്ങൾ രാമജന്മഭൂമി മുന്നേറ്റത്തിനായി അണിനിരുന്നത്. മുലായം സിംഗ് സർക്കാർ കാർ സേവകർക്ക് നേരെ നടത്തിയ ലാത്തി ചാർജിൽ തലയ്ക്ക് പരിക്കേറ്റപ്പോഴും തളരാതെ മറ്റ് കാർ സേവകർക്ക് സിംഗാൾ ആത്മവിശ്വാസം പകർന്നു. 30,000 जो कि सब ऐसी बनाई गई है तोड़ करके, और जहाँ देवता बैठा है उसको कोई हटा नहीं सकता है. तो 30,000 अहमदिया ने ये बात कही थी कि राम जन्मभूमि के मुकदमे का फैसला मत होने दो, ये आपके लिए बहुत बड़ा नुकसान करेगा और इसके कारण से सारे मंदिर ये विवाद में हो जाएंगे और सारे मंदिर आपके हाथ, सारे मस्जिद बन गए हैं आपके हाथ से निकल जाएंगे. इस बात को मैंने परसों बोला है और सही बात बोली. 1984 ഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ നടന്ന ആദ്യ ധർമ്മസൻസദിന്റെ സംഘാടകൻ അശോക് സിംഗാളായിരുന്നു. ക്രൈസ്തവ മിഷണറിമാർ നടത്തുന്ന മതപരിവർത്തനത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും പ്രതിരോധിക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അന്താരാഷ്ട്ര വർക്കിംഗ് പ്രസിഡന്റായി 20 വർഷം അശോക് സിംഗാൾ പ്രവർത്തിച്ചു. 1942 രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലെത്തിയ അദ്ദേഹം ഡൽഹി ഹരിയാന പ്രാന്തപ്രചാരകയായിരുന്നു. 2017 നവംബർ 15 അശോക് സിംഗാൾ അന്തരിച്ചു. നിസ്വാർത്ഥമായ രാഷ്ട്രസേവനത്തിനായി ഒഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു സിംഗാളിൻ്റേത്. ജീവിച്ചിരുന്നപ്പോഴും തൻ്റെ കാലശേഷവും ലക്ഷങ്ങൾക്ക് പ്രേരണാസ്രോതസ്സും വഴികാട്ടിയുമാണ് അശോക് സിംഗാൾ. നാഷണൽ ഡെസ്ക് ജനം.